ഹലോ ഹായ് ഫ്രണ്ട്സ്. കുറേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം വേൾഡ് ഡാൻസ് ഡേൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുണ്ടായി. വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം വീഡിയോ ഒക്കെ അതുപോലെ തന്നെ ഫോണിലിരിപ്പുണ്ട്. എഡിറ്റും ചെയ്തിട്ടില്ല. വോയിസ് ഓവറൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് ഞാൻ പയ്യെ ചെയ്യാം കേട്ടോ. കാരണം ഒന്നാമത് ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ തിരക്കുകൾ കാരണമാണ് അതൊക്കെ അവിടെ തന്നെ നിന്ന് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് കുറേ ആയില്ലേ, അപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയതാണ്, ഒരു കുഞ്ഞ് ട്രിപ്പ്. എവിടേക്കാണെന്നറിയാവോ? കോഴിക്കോട് അകലാപ്പുഴ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരിത്. അപ്പം ഹസ്ബൻഡിന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് ഇവരൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചായിരുന്നു കേട്ടോ പോകണം എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ റെസിഡൻസിലെ പകുതി മുക്കാൽ ആൾക്കാരും ഇതിനകത്ത് നമ്മുടെ റെസിഡൻസിലുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യമൊരു നമ്മുടെ കടലുണ്ടി ഒരു ട്രിപ്പ് പോയത് ഓർമ്മയുണ്ടോ? ഫസ്റ്റിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ കയറിയിട്ട് കാണുക. ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇതിലുമുണ്ട്, കുറച്ച് പേരേ ഇല്ലാത്തതുള്ളൂ കേട്ടോ. അപ്പം ഇവരൊക്കെ ആദ്യം മുൻകൂട്ടി തീരുമാനിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഈ ഓപ്പറേഷൻ എന്നാന്നുള്ളത് ഒരു കൺഫേം അല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം പിന്നെ റെസ്റ്റ് അല്ലേ, അപ്പം അതുകൊണ്ട് പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ അടുത്ത് നീ കൂടി പോയിക്കോന്ന് പറഞ്ഞപ്പം അങ്ങനെ ഞാൻ അവരോട് ഇത് പോകുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് കേട്ടോ ഞാൻ അവർക്ക് കൺഫേം പറയുന്നത്. അങ്ങനെ ഞാനും ചാടിക്കയറി പോയി. കാരണം എവിടേക്കും പോകാൻ പറ്റിയില്ലല്ലോ. ഒന്നാമത് അമ്മ ഹോസ്പിറ്റലായിരുന്നു, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഹോസ്പിറ്റലായി, പിന്നെ ഹസ്ബൻഡിനും ഓപ്പറേഷൻ്റെ ഒരിതായി, അങ്ങനെയൊക്കെ പാടായിട്ട് എല്ലാം കൂടി ഓരോ ടെൻഷൻ കാര്യങ്ങളും ആയതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഞാൻ അവിടെ നിന്ന് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പമുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു രസമല്ലേ. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. വളരെയധികം അടിച്ചു പൊളിച്ച് പോന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കൊയിലാണ്ടിയുള്ള കൊല്ലം ശ്രീ പിഷാരിക്കാവ് ക്ഷേത്രം. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നൊരു ക്ഷേത്രമാണ്. പോയിട്ടുള്ളവരും പോയിട്ടില്ലാത്തവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്പലത്തിനെ പറ്റിയിട്ട് അറിയുന്നവരും അറിയാത്തവർ ആയിട്ട് ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ സ്ഫടികം സിനിമയിലുള്ള ഏഴിമല പൂഞ്ചോല എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിൻ്റെ ഡാൻസാട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി എണീച്ച് നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊന്നുമില്ല. കാരണം ബ്രേക്ക് ഇടുമ്പോഴേക്ക് എല്ലാവരും കൂടി കമഴ്ന്നടിച്ച് വീഴുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അതുകൊണ്ട് ആരും കയ്യും കാലും ഒടിഞ്ഞ് വെറുതെ നല്ലൊരു യാത്ര വെറുതെ കൊളാക്കണ്ടല്ലോ, അതുകൊണ്ട് ആരും വലിങ്ങനെ എണീച്ചിട്ടില്ല. അപ്പോൾ സാധാ വണ്ടിയായിരുന്നു കേട്ടോ, AC അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ചും ചിരിച്ചും പോകുന്നതുകൊണ്ട് അത്ര ചൂടറിഞ്ഞില്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല ചൂടറിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡെല്ലാം കഴിച്ചപ്പോൾ വയറെല്ലാം നിറഞ്ഞ് ബിരിയാണി ആയിരുന്നേ കഴിച്ചിരുന്നത്. അപ്പം പ്രത്യേകിച്ചും നല്ല ചൂട് കൂടുമല്ലോ. ഇത് കണ്ടോ, നല്ല ഭംഗി കേട്ടോ ആ അമ്പലം കാണാൻ. വയലിൻ്റെ നടുവിൽ അടുത്തൊന്നും വീടില്ലാതെ നല്ല രസമായിരുന്നു ആ അമ്പലം കാണാൻ. പക്ഷേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുറച്ച് ദിവസമായാലും എടുത്തു വെച്ചിട്ട് പേര് ഞാൻ ഓർമ്മിച്ച് വെച്ചായിരുന്നു, നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി എൻ്റെ അടുത്ത് പേര്. അപ്പം ആരെങ്കിലും അറിയാവുന്ന ഒരു അമ്പലമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ എത്തിയിട്ടോ, നമ്മുടെ അകലാപ്പുഴ ആ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരും കൂടിയിട്ട്. പിന്നെ ബോട്ടിങ്ങല്ലേ അവിടെ കണ്ടില്ലേ, അവിടെ ആ വലിയ ബോട്ട്, അങ്ങനത്തെ ബോട്ടായിരുന്നു, റൂഫൊക്കെ ഉള്ള ടൈപ്പ് ബോട്ടായിരുന്നു കേട്ടോ. പിന്നെ സ്പീഡ് ബോട്ടും ഉണ്ട് കേട്ടോ അവിടെ. ഇത് കണ്ടോ, അകലാപ്പുഴ. അവിടെ വെളിച്ചമില്ലായിരുന്നു, അതാണ് കേട്ടോ അവിടെ ഇരുടായിപ്പോയത്. പിന്നെ ഇത് ബോട്ടിലേക്ക് ഞങ്ങൾ കയറാൻ പോകുന്ന ഭാഗമാണ്. അപ്പോൾ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതാട്ടോ വീഡിയോ ഒന്നും അങ്ങനെ ചെരിഞ്ഞു പോയത്. അതിനുശേഷം ഞങ്ങൾ ബോട്ടിൽ കയറി. അപ്പം ഞാൻ പറയാറില്ലേ തൃക്കോവിൽ അമ്പലം, ആ അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ എല്ലാവരോടും വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈപ്പാസിൻ്റെ മുകളിലായിരുന്നു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് ബസ്. അപ്പോൾ എല്ലാവരും 8:45 ബസ്സിൻ്റെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞു. ഏതോ 1-2 ആൾക്കാരായിട്ടാണ് കുറച്ച് ലേറ്റായി പോയത്. ഇല്ല, അവരെന്തായാലും ഒരു 9 മണിയാകുമ്പോഴേക്ക് എത്തി. 9 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ അവിടുന്ന് ഒരു 9:10 ഉള്ളിൽ വണ്ടി ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളോട് 11 മണിയാകുമ്പോഴേക്കായിരുന്നു ഇവിടെ സ്ഥലത്തെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 മണിക്കാണ് ബോട്ടിംഗ് ഉള്ളതെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അതുകൊണ്ട് നേരത്തെ പുറപ്പെട്ടുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കിലൊന്നും പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ ഇവിടെ എത്തി. ഒരു 11:10 ഉള്ളിൽ ഞങ്ങൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല യാത്രയായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ ഷോർട്സൊക്കെ ഡാൻസിൻ്റെ ഒക്കെ ഒരു ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടു തോന്നുന്നു. അപ്പം കാണാത്തവരുണ്ടെന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം ഇത് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായി തീരുന്നത്. വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം
ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴാണ് കേട്ടോ ബുദ്ധിമുട്ടാണ് വരുമ്പോഴാണ് വീഡിയോ ചെയ്യാൻ ലേറ്റായി പോണത്. പക്ഷേ എനിക്ക് ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് നല്ല ചൂടുള്ള ചായയും നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പഴംപൊരി എനിക്കധികം മെഴുക്കിൻ്റെ മീൻസ് പഴംപൊരി എന്താണെന്ന് അറിയില്ല, ഒന്നൊക്കെ കഴിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം എനിക്ക് വയറിലേക്ക് ഇങ്ങനെ എണ്ണ മെഴുക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ പഴംപൊരി ഒന്നും കഴിക്കാറില്ല. നല്ല പഴംപൊരി കിട്ടും, പക്ഷേ കഴിക്കണമെന്നുണ്ട്. പക്ഷേ വോമിറ്റ് എങ്ങാനും ചെയ്താലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ പഴംപൊരിക്ക് പിന്നെ സമൂസ അതൊക്കെയാണ് എനിക്കൊരു വിഷയം വരുന്നത്. കട്ട്ലേറ്റ് പഴംപൊരി എനിക്കിഷ്ടമാണ് കേട്ടോ, പക്ഷേ എനിക്കധികം ഒന്നിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. കാരണം ഈ എണ്ണമെഴുക്ക് കാരണമായിരിക്കാം. വെച്ചാൽ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ വോമിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അതൊരു മൈൻഡ് കിടക്കുന്നതുകൊണ്ടായിരിക്കും പഴംപൊരി കഴിക്കുമ്പോഴേക്കും എനിക്ക് വോമിറ്റ് ചെയ്യാണ്ട് എന്നുള്ളൊരു ടെൻഡൻസി വരും. അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് കേട്ടോ, രേഷ്മ. നന്നായി പാട്ട് പാടും കേട്ടോ. അവൾ പാട്ട് പാടിയത് കഥകളി ചെങ്കഥളി എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടായിരുന്നു. പിന്നെ നമ്മുടെ റെസിഡൻസിലൊക്കെ പാട്ട് പാടുമ്പം ഞാൻ കഴിഞ്ഞ റെസിഡൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ആ സമയത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ ഹോസ്പിറ്റലായതുകൊണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ അവിടെയൊക്കെ തന്നെ കിടന്നു പോയത്. ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം നേരം വൈകിയതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം, വീഡിയോ ഒക്കെ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതുകൊണ്ടൊക്കെ കാരണം കേട്ടോ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെ വരുമല്ലോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഞാൻ ഇനിയും വീഡിയോ ആ റെസിഡൻസിൻ്റെ പ്രോഗ്രാമിലെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനത് ഇനി അങ്ങോട്ട് ചെയ്യാം കേട്ടോ. നേരം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ വീഡിയോ ഇരിപ്പുണ്ട്. വീൽഡ് ഡാൻസ് ഡേൻ്റെയും റെസിഡൻസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡാൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തെയ്യത്തിൻ്റെ ആ ഒരു ചെന്താമര പൂവെന്ന് പറഞ്ഞിട്ടുള്ള, അത് കാണാത്തവരുണ്ടെന്ന് കാണണം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇതുകൊണ്ടൊക്കെയാണ് ലേറ്റ് ആയിപ്പോയത് കേട്ടോ. അപ്പം അങ്ങനെ ഇത് ഞങ്ങളുടെ നേരെ എതിർ സൈഡിലുള്ള ബോട്ടായിരുന്നു കേട്ടോ. ആ ബോട്ടിൽ കുറേ പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അത് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ എനിക്കൊരു പേടി, അവരെങ്ങാനും ദേഷ്യം, ചില ആൾക്കാർക്ക് ഇഷ്ടമാവില്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കും. അതുകൊണ്ട് പിന്നെ അധികം എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ കൊച്ചു പിള്ളേർ, ഞങ്ങളുടെ ബോട്ടിൽ കുഞ്ഞി പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ മക്കളാട്ടോ. പ്രീതുവിൻ്റെ മോനാണ് ആ ഒലീവ് ഗ്രീൻ ഷർട്ട് ഇട്ടേ. പ്രീതുവിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ധന്യയുടെ മകനാണ് ഇത്, ഈ ബ്ലൂ ടീഷർട്ട് നടുവിലുള്ളത്. പിന്നെ ഇപ്പുറത്തുള്ളത് ബിന്ദു ചേച്ചീൻ്റെ മകൻ. ആ ബിന്ദു ചേച്ചീനെയാണ് കേട്ടോ ഞാൻ ഐലൻഡ് ടൂറിസം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, അതിൽ ചേച്ചി ഇല്ലായിരുന്നു. അപ്പോൾ ആ ടൂറിൽ ചേച്ചിയുടെ അമ്മ മരിച്ചത് കാരണം ചേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ അടുത്ത ഒരു ഭാഗം കൂടി ഉണ്ട്. കാരണം ഒന്നിച്ച് ചെയ്യാൻ വീഡിയോ വളരെ ലെങ്ത്തായിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ കാണുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും കാണാം. ബൈ ബൈ.